വണ്ടിപ്പെരിയാർ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ കട്ടപ്പന കോടതി വെറുതെ വിട്ട അർജുനന്റെ തുറന്നു പറച്ചിൽ തള്ളി കേസിലെ സാക്ഷികൾ. അർജുൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് സാക്ഷികളിൽ ഒരാളായ വണ്ടിപ്പെരിയാറിലെ കടയുടമയുടെ ഭാര്യ ഗീതാരവി. അർജുൻ നിരന്തരം കടയിൽ നിന്നും മഞ്ചും ഡയറി മിൽക്കും വാങ്ങിയിരുന്നുവെന്നും ഗീത റിപ്പോർട്ടറിനോട് പറഞ്ഞു. തനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം 1 രൂപയുടെ മിഠായി മാത്രമാണ് വാങ്ങിയിട്ടുള്ളതെന്നും മഞ്ജു വാങ്ങാറില്ലെന്നുമായിരുന്നു റിപ്പോർട്ടർ ടിവിയിൽ ഞാൻ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ നടത്തിയ അഭിമുഖത്തിലുള്ള പ്രതികരണം. ഇത് തള്ളുന്നതാണ് സാക്ഷിയുടെ വാക്കുകൾ. നമ്മൾ അർജുനുമായി നടത്തിയ അഭിമുഖത്തിലെ മൊഴികൾ ഓരോന്നായി ഇപ്പോൾ സാക്ഷികൾ നിരാകരിക്കുന്ന കാഴ്ച കൂടി കാണുന്നു. അർജുൻ നമ്മളോട് അഭിമുഖം നടത്തുമ്പോൾ പറഞ്ഞത് താൻ മഞ്ചും ഡയറി മിൽക്കും വാങ്ങിയിരുന്നില്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ കടയുടമയുടെ ഭാര്യ പറയുന്നത് അർജുൻ നിരന്തരം മഞ്ചും ഡയറി മിൽക്കും ആ കടയിൽ നിന്ന് വാങ്ങിയിരുന്നുവെന്നാണ്. തനിക്ക് കഴിക്കാൻ വേണ്ടി 1 രൂപയുടെ മിഠായി മാത്രമേ വാങ്ങുകയുള്ളൂ എന്ന് എന്തുകൊണ്ടായിരിക്കും അർജുൻ കള്ളം പറഞ്ഞത്? റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി ചേർക്കപ്പെട്ടിരുന്ന അർജുനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടതിന് ശേഷം ആദ്യമായി അർജുൻ റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് പ്രതികരിച്ചത്. എന്നാൽ ഡോക്ടർ അരുൺകുമാറുമായി നടത്തിയ ആ ഇന്റർവ്യൂവിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടായിരുന്നില്ല. അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് ഞങ്ങൾ. ഇവിടെയായിരുന്നു അർജുൻ എത്തി മിഠായി വാങ്ങിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇവിടെ എത്തി മിഠായി വാങ്ങിക്കുന്നത് പൂർണ്ണമായും അർജുൻ തള്ളുകയും ചെയ്തിരുന്നു. ഈ കേസിലെ സാക്ഷി കൂടിയാണ് ഇവിടുത്തെ കടയുടമയായിട്ടുള്ള ചേച്ചിയുടെ പേരെന്താ? ഗീതാരവി. ഈ റിപ്പോർട്ടർ ടിവിയുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു? അതിനകത്ത് അയാൾ പറയുന്നുണ്ട് മിഠായി വാങ്ങാൻ വരാറില്ല, അല്ലെങ്കിൽ അങ്ങനെ മിഠായി കഴിക്കുന്ന ഒരാളല്ല, ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് മിഠായി വാങ്ങാറില്ല. എപ്പോഴും വാങ്ങിക്കുമായിരുന്നു, മിക്കവാറും വാങ്ങിക്കുമായിരുന്നു. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ മേടിക്കുമായിരുന്നു. ഏത് തരത്തിലുള്ള മിഠായി ആയിരുന്നു? ഡയറി മിൽക്ക്, മഞ്ച്, അങ്ങനെയുള്ള 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ മിഠായികൾ. അതല്ലാതെ 1 രൂപയുടെ 50 പൈസയുടെ മിഠായി വാങ്ങാറുണ്ടായിരുന്നു? വലിയ മിഠായി വാങ്ങിക്കത്തില്ല, വലിയ മിഠായികളാണ് വാങ്ങിച്ചോണ്ടിരുന്നത്. സ്ഥിരമായി തന്നെ വന്ന് വാങ്ങുമായിരുന്നു? മിക്കവാറും മേടിക്കും. അതിൽ പറഞ്ഞത് ആ ഇന്റർവ്യൂ കണ്ടതാണെന്നാണ് പറഞ്ഞത്. അതിൽ കണ്ട് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭാഗം ശരിയാണ് എന്ന് തോന്നിയിരുന്നു? പറഞ്ഞ എല്ലാം കള്ളവാണ്. ഈ കുറ്റം ചെയ്തിരിക്കുന്നത് അർജുൻ തന്നെയാണ് എന്നാണോ ഇപ്പോഴും വിശ്വസിക്കുന്നത്? ഈ സാഹചര്യങ്ങൾ, ഈ തെളിവുകളൊക്കെ നോക്കുമ്പോൾ ശരി അവൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇനിയും ആ കേസുമായിട്ട് ആ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ അവർക്കൊപ്പം നിൽക്കും. എന്തായിരുന്നാലും നീതി കിട്ടണം. ഈ ഇത്ര ഒരു പൊടിക്കുഞ്ഞിനെ ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവൻ ഇനി അടുത്ത എന്തായിരിക്കും ചെയ്യുന്നത്? അതുകൊണ്ട് അവർക്ക് കുഞ്ഞിന് നീതി കിട്ടണം. അത്തരത്തിലാണ് ഈ കേസിലുള്ള സാക്ഷിയാക്കപ്പെട്ട ആരും കൂറുമാറിയിട്ടില്ല. ഇപ്പോഴും അവർ ഉറച്ചു പറയുകയാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്നാണ് വിശ്വസിക്കുന്നത്. ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അർജുൻ പറഞ്ഞ പല വാക്കുകളും കള്ളമാണ് എന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.